അപ്പോഴേ നമുക്കിന്നൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് മസാലക്കറി നോക്കിയാലോ. വാ. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ 2 സവോള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് പറയണത്. അപ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു വലിയ തക്കാളി നല്ല പഴുത്ത് തന്നെ ആയിക്കോട്ടെ കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വാടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് 3/4 ടീസ്പൂൺ കേട്ടോ. നിങ്ങൾ നോർമൽ മുളകാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പൊടികളുടെ മൂപ്പ് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ കറികൾക്കൊക്കെ കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ എന്ന് കരുതി കരിക്കരുത്. നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി അടച്ച് വെച്ചിട്ട് 2 വിസിൽ, എൻ്റെ കുക്കറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് 2 വിസിലാണ് കേട്ടോ, അതും കൂടെ വെച്ചെടുത്ത് 2 വിസിലടിച്ച് ഓഫ് ചെയ്തിട്ട് എയർ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയാൽ നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരല്പം വേപ്പിലി മല്ലിയിലയും കൂടി ചേർത്ത് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ. അപ്പോഴേ നമുക്കിന്നൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് മസാലക്കറി നോക്കിയാലോ. വാ. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ 2 സവോള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് പറയണത്. അപ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു വലിയ തക്കാളി നല്ല പഴുത്ത് തന്നെ ആയിക്കോട്ടെ കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വാടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് 3/4 ടീസ്പൂൺ കേട്ടോ. നിങ്ങൾ നോർമൽ മുളകാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പൊടികളുടെ മൂപ്പ് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ കറികൾക്കൊക്കെ കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ എന്ന് കരുതി